ചോദിക്കുന്നത്? കാര്യമായി എന്തോ ഓർക്കുന്നത് പോലെ. ഏയ് ഒന്നുമില്ല കുട്ടിയെ, വെറുതെ മുത്തശ്ശി ഓരോന്നിങ്ങനെ ഓർത്തിരുന്നതാ. അപ്പൊ വരൂ ആവണിക്കുട്ടി, കിടന്നോളൂ. കുട്ടിക്ക് ഉറക്കം വരുന്നില്ലേ? നേരെ ഒരുപാടായി, കിടന്നോളൂ കുട്ടിയെ. ഇല്ല, ആവണിക്കുട്ടി ഉറങ്ങുന്നില്ല. മുത്തശ്ശി കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ? ഇന്ന് കഥ പറഞ്ഞു തരാതെ ആവണിക്കുട്ടി ഉറങ്ങുന്നില്ല. എന്റെ കുട്ടിയെ, എന്നും നിനക്ക് കഥ പറഞ്ഞു തരാൻ കഥ വേണ്ടേ കുട്ടി? ആ ആ ഒരു കഥയുണ്ട്, അത് പറയാം. ഏത് കഥയാ മുത്തശ്ശി? അതോ, അത് ഒരത്ഭുത വിളക്കിന്റെയും ഭൂതത്തിന്റെയും കഥ പറയാം. ആ കഥ വേണ്ട മുത്തശ്ശി, കുറെ കേട്ടതാ. ഇന്നലെ മുത്തശ്ശി ഒരു നീലിയുടെ കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ആ കഥ മതി. അയ്യോ കുട്ടിയെ, ഈ ത്രിസന്ധി നേരത്തെ അങ്ങനെയുള്ള കഥയൊന്നും പറയാൻ പാടില്ല. അതെന്താ മുത്തശ്ശി അങ്ങനെ? അത്തരം കഥകൾ കൊള്ളില്ല കുട്ടിയെ. വേണ്ട, എനിക്ക് നീലിയുടെ കഥ പറഞ്ഞാൽ മതി. അത് വേണ്ട കുട്ടിയെ. മുത്തശ്ശി മോക്ക് വേറൊരു കഥ പറഞ്ഞു തരാം. വേണ്ട വേണ്ട, എനിക്ക് നീലിയുടെ കഥ മതി. മുത്തശ്ശിയുടെ ആവണിക്കുട്ടിയല്ലേ ചോദിക്കുന്നത്? പറഞ്ഞു താ മുത്തശ്ശി. ആ കഥ കേട്ട് മടിയിൽ കിടന്നുറങ്ങിക്കോളാം. പറയൂ മുത്തശ്ശി. മുത്തശ്ശി പറയാം. കുട്ടി പേടിക്കരുത് കേട്ടോ. പണ്ട് 900 വർഷങ്ങൾക്ക് മുൻപ് പഴയ 20ാം രാജ്യത്തിന്റെ ഭാഗമായിരുന്നു പഴവങ്ങാടി എന്ന പ്രദേശം. എന്നിട്ട് ഇന്നത്തെ തമിഴ്നാട്ടിലെ നാഗർകോവിലടുത്തുള്ള ഈ സ്ഥലം അക്കാലത്ത് വാണിജ്യ കേന്ദ്രമായിരുന്നു. ഈ പഴവങ്ങാടി ഗ്രാമം ദൂരദേശത്തു നിന്ന് പോലും കച്ചവടക്കാർ വന്നു പോകുമായിരുന്നു ഈ ഗ്രാമത്തിൽ. എനിക്ക് വാണിജ്യക്കാരുടെ കഥയൊന്നും കേൾക്കണ്ട, എനിക്ക് നീലിയുടെ കഥ കേട്ടാൽ മതി. എന്റെ കുട്ടിയെ, നീ തിരക്ക് കൂട്ടണ്ട. നീലിയുടെ കഥ തന്നെ മുത്തശ്ശി പറഞ്ഞു വരുന്നേ. എന്നാ പറ മുത്തശ്ശി. മോളെ, പഴവങ്ങാടി എന്ന ഗ്രാമത്തിൽ അതിസുന്ദരിയായ